അജയ്ക്കും മകൻ ആദിദേവിനും സ്വകാര്യ ബസ്സുകൾ കൈത്താങ്ങാകും. കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഇവരുടെ ചികിത്സയ്ക്കായി പ്രത്യേക ധനസഹായ യാത്ര നടത്തി. ബസ് ഉടമകളും തൊഴിലാളികളും ഈ കാരുണ്യ പ്രവർത്തനത്തിൽ കൈകോർത്തു. ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന അജയ്ക്കും മകൻ ആദിദേവിനും കൈത്താങ്ങാകാൻ കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പ്രത്യേക ചികിത്സാ ധനസഹായ യാത്ര നടത്തി. പൗർണമി, അലൻ, ബാവ സൺസ്, മാധവ്, സെന്റ് ബേസിൽ എന്നീ ബസ്സുകൾക്കൊപ്പം അജയ് സ്ഥിരമായി ജോലി ചെയ്തിരുന്ന ഐഷാസ് ബസ്സും ഈ ഉദ്യമത്തിന്റെ ഭാഗമായി. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നിലവിലുള്ളതിനാൽ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതും അതുവഴി വരുമാനത്തിൽ കുറവുണ്ടായതുമായ സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ഇത്തരമൊരു കാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. അജയുടെ വരുമാനത്തെയാണ് പ്രധാനമായും ആശ്രയിച്ച് കുടുംബം കഴിഞ്ഞിരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് ചികിത്സാ ചെലവുകൾ വലിയ വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് നാട്ടുകാരും ബസ് ഉടമകളും തൊഴിലാളികളും ഒന്നിച്ച് സഹായഹസ്തം നീട്ടുന്നത്. സ്വന്തം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സഹജീവിയുടെ വേദനയിൽ പങ്കുചേരാനും ചികിത്സാ ചെലവിനായി സഹായം സമാഹരിക്കാനുമായി സ്വകാര്യ ബസ് മേഖലയിലെ പ്രവർത്തകർ മുന്നോട്ട് വന്നത് ഏറെ പ്രശംസനീയമായ മാതൃകയായി മാറി. ഈ നിർധന കുടുംബത്തിന് കൈത്താങ്ങാകാൻ എല്ലാവരും തങ്ങളാൽ കഴിയുന്ന സഹായം നൽകണമെന്നും ചെറിയ സംഭാവനകൾ പോലും ഈ കുടുംബത്തിന് വലിയ ആശ്വാസമേകുമെന്നും സംഘാടകർ പറഞ്ഞു. എല്ലാവരും ഒരു പ്രിയ സുഹൃത്താണ് അജയൻ ചേട്ടൻ. അജയൻ ചേട്ടൻ്റെ കൊച്ചിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി ഓടാമെന്ന് വിചാരിച്ചത് മുഖ്യമായിട്ടും. പിന്നെ സ്ത്രീകൾ എല്ലാം മറ്റേ പ്രിയദർശിനി തുടങ്ങിയ പിന്നെ വളരെ മോശമാണ്. എന്നാലും എല്ലാവരും കയറുന്നവർ എല്ലാം തന്നെ നല്ല രീതിയിൽ പൈസ തന്ന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് കൂട്ടുകാരും ഫോണിൽ വിളിച്ചാണെങ്കിലും പൈസ കിട്ടുന്ന ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഞങ്ങളിന്ന് ഒരു 5 ബസ്സാണ് ഓടണത്. ഈ ബസ് മാധവ്, പൗർണമി, സെൻറ്റ് ബേസിൽ, ബാവാസൻസ് അങ്ങനെ ഒരു 5 വണ്ടികളാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു 17 വണ്ടികളോടും ഓടുന്നുണ്ടായിരുന്നു. മാക്സിമം കിട്ടണമുണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ രക്ഷപ്പെട്ടെ. അവർക്ക് ഈ കൊച്ചു വെന്റിലേറ്ററിലാണെന്നാണ് പറഞ്ഞത്. സർജറിയും കാര്യങ്ങളും ചെയ്യാനാണ് കുടുംബം ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയായിട്ടാണ് നമ്മൾ സഹകരിച്ച് പോകുന്നത് തന്നെ. ഈ ഒരാളില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ മുന്നോട്ട് നിന്നത് അജയൻ ചേട്ടൻ്റെ ഒരു അവസ്ഥയും അവരുടെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനകത്ത് മുന്നിട്ട് ഇറങ്ങിയത് തന്നെ ഞങ്ങൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.